ഹായ് ഓൾ, ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. കിടക്കാൻ നല്ല സുഖമുണ്ട്, പ്രത്യേകിച്ച് ഇപ്പം മഴയല്ലേ. പക്ഷേ നമ്മളമ്മമാർക്ക് ഇങ്ങനെ കിടക്കാനൊന്നും പറ്റില്ലല്ലോ. മക്കൾക്ക് സ്കൂളിൽ പോകാനുണ്ട്, ടിഫിൻ ബോക്സ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ പിന്നെ എത്ര ഇഷ്ടമില്ല എങ്കിലും നമ്മളങ്ങ് എഴുന്നേക്കും അല്ലേ. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റത് 4:30. അപ്പോൾ ഈ 4:30 എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 5 മണിയായേ. അപ്പോൾ ഈ 5 മണിക്ക് എനിക്ക് വർക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 4:30 എണീക്കാൻ പറ്റിയത് ഞാൻ 10 മണിക്ക് കിടന്നുറങ്ങിയിട്ടുണ്ട് ഇന്നലെ. രാവിലെ തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കും. എന്നിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് നല്ലൊരു സ്മെല്ല് വീട്ടിൻ്റെ ഉള്ളിൽ ആക്കി വെക്കും. അത് നല്ലൊരു പോസിറ്റീവ് വൈബ് എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ഭക്തിഗാനവും നമ്മുടെ ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലോ ഒന്ന് പ്ലേ ചെയ്യും. എത്ര മടി പിടിച്ചാണെങ്കിലും നേരത്തെ എഴുന്നേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഓക്കെ ആയിരിക്കും. അപ്പോൾ ഈ രാവിലെ നമ്മൾ എഴുന്നേക്കാൻ പ്രത്യേകിച്ച് അമ്മമാർക്കൊരു മോട്ടിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. കാരണം നമുക്ക് നമ്മുടെ ഡ്യൂട്ടീസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ ചിലർക്കുണ്ടാവും. അപ്പം ജസ്റ്റ് ഒന്ന് അലാറം സെറ്റ് ചെയ്യുക. അപ്പോൾ അലാറം വെക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നതാണ് കട്ടിലിൻ്റെ കുറച്ച് ദൂരേക്ക് ഫോണിലാണല്ലോ ഇപ്പോൾ എല്ലാവരും അലാറം സെറ്റ് ചെയ്യുന്നത്. അങ്ങനെയാവുമ്പോൾ നമ്മളൊന്ന് അത് ഓഫാക്കാനെങ്കിലും ഒന്ന് എഴുന്നേക്കല്ലോ. പിന്നെ ഹാളിലുള്ള ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് അടുക്കളയിലൊക്കെ അങ്ങ് കയറും. അപ്പോൾ ഇതാ ഇന്നലെ തന്നെ തേങ്ങയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീനും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, തേങ്ങ ഇങ്ങനെ ചിരകി വെച്ചില്ലെങ്കിൽ. കാരണം പെട്ടെന്ന് നമുക്ക് തേങ്ങയുടെ ആവശ്യം വരുമ്പോൾ ഉരിക്കണം, ചിരകണം, അതെനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ആകെ ഒരു 2-3 ദിവസത്തേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കും. അപ്പോൾ ഇത് നമുക്ക് പണിയെടുക്കാനൊക്കെ ഒരു എനർജി ബൂസ്റ്റാണ് ഈ ചായ. ഒന്നാമത്തത് ശീലിച്ചതുകൊണ്ട് ആ ചായ ഒഴിവാക്കാനും പറ്റാറില്ല. അപ്പോൾ ഇതാ നമ്മുടെ പണികൾ ഇതാ സ്റ്റാർട്ടായി. രാവിലെ തന്നെ ചായ വെച്ചപ്പം തന്നെ ഇതാ പതിച്ച് മറിഞ്ഞിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ടേക്ക് മാറിയിട്ട് എന്തോ ചെയ്യാൻ പോയതാ, അപ്പോഴേക്ക് ഇതാ പതിച്ച് മറിഞ്ഞ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പതിച്ച് മറിയുമ്പോൾ നമ്മൾ ആ സ്പോട്ട് തന്നെ അങ്ങ് തുടച്ചിട്ടാൽ നമുക്ക് കുറച്ച് പണികൾ കുറഞ്ഞു കിട്ടും. വീണ്ടും അത് നമ്മളിപ്പോൾ അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചാൽ അതവിടെ പറ്റിപ്പിടിച്ച് പിന്നെ നമുക്ക് ആ സ്ക്രബ്ബർ ഇട്ടിട്ട് ഉരച്ച് കഴുകേണ്ടി വരും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ ഈ ദോശ നമ്മുടെ പച്ചരി ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം പച്ചരിയും തേങ്ങയും ചോറും കൂട്ടി അരച്ചാൽ നല്ല ദോശ കിട്ടും അല്ലേ. എല്ലാവരും ചെയ്യുന്നതായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടാൻ ചട്നിയാണ്. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് മുളക് ഒന്ന് ചൂടാക്കാറുണ്ട്. അതിനായിട്ട് ഈ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കുകയാണേ. എന്നത്തെയും പോലെ ഇന്നലെ രാത്രി അരിയിട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപാട് ആ ഗ്യാസ് അങ്ങ് കത്തിക്കും. അപ്പോൾ ആ അരി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വാർക്കണം. ഈ അമ്മിയിൽ അരച്ചതുപോലെയുള്ള ചമ്മന്തി കിട്ടാനായിട്ട് ഈ മുളക് പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. പാത്രം ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് അതിൽ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് അതിലിത്തിരി കുറച്ച് പുളി ചേർക്കുക. പിന്നെ നമ്മുടെ ഇഞ്ചിയും 2 ചെറിയുള്ളിയും ചേർക്കുക. പിന്നെ കുറേ കറിവേപ്പിലയും വേണമെങ്കിൽ ഒരു പച്ചമുളക് ഇടുക കേട്ടോ. എന്നിട്ട് അത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക, അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങ കൂട്ടിയിട്ട് ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി ആയിരിക്കും. ചമ്മന്തി എല്ലാവരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇത്. അപ്പോൾ മുളക് പൊടി അല്ലെങ്കിൽ കായ്മുളക് ഇട്ടാൽ ഇതിലും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ ചമ്മന്തി കുറേ അരക്കും, കാരണം കുറച്ചെടുത്തിട്ട് ചോറിനൊക്കെ അങ്ങ് സെറ്റാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിപ്പോൾ മോൾക്കും സെറ്റാക്കാമല്ലോ. പിന്നെ ബാക്കിയുള്ളത് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചട്നിയാക്കും. പിന്നെ അതിലേക്ക് കായ്മുളകും കടുകും കറിവേപ്പിലും ഒന്നങ്ങ് വറുത്തിടും. അപ്പം പിന്നെ ദോശക്കുള്ള സംഭവമായി. അപ്പോഴേക്കും അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വാർക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കിങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഓടണ്ട. നമുക്കൊരു റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ പണികളൊക്കെ ചെയ്ത് തീർക്കാം. നമുക്കിപ്പോൾ എവിടെയും പോകാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ച അവസ്ഥയിലായിരിക്കും ചിലവരെ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ വിചാരിക്കുക, എന്തായാലും ഞാൻ തന്നെ എടുക്കണം. അപ്പോൾ പിന്നെ അവിടെ കിടന്നാൽ എന്താണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് ഇരിക്കും. ടിവിയോ ഫോണോ നോക്കിയിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടൈം വിചാരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ പിന്നെ എഴുന്നേറ്റിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ആ പണിയെടുക്കാനേ തോന്നില്ല. അതേസമയം നമ്മൾ എവിടെ പോകാനില്ലെങ്കിലും ഇപ്പം വർക്കിംഗ് വുമൺ അല്ലെങ്കിൽ തന്നെ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരു മടിയും ഇല്ലാണ്ട്, മടീൻ്റെ കൂടി പറയാം, മടിയെ നീ അവിടെ നിന്നോ, ഞാൻ എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പണികൾ തീർക്കുക. എന്നിട്ട് വീടൊക്കെ നന്നായിട്ട്
വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്ക്. അത് സൂപ്പറായിരിക്കും. നമുക്ക് നമ്മുടെ ഇപ്പോൾ വീട് തന്നെ ഒരുപാട് നല്ലോണം വൃത്തിയായിട്ട് ഇരിക്കുമ്പോൾ അടുക്കളയിൽ പോയാൽ അവിടെ സിങ്കിൽ പാത്രങ്ങളില്ലാതെ നമ്മുടെ സ്റ്റാൻഡൊക്കെ ഇങ്ങനെ തുടച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടൊക്കെ കാണുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ നേരത്തെ കഴിയണമെങ്കിൽ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നേരെ കിച്ചണിൽ വന്നിട്ട് കുക്കിംഗ് ചെയ്ത് തീർക്കുക. എല്ലാതും ഒരുമിച്ച് ചെയ്ത് തീർക്കാനാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതിന് ശേഷം കുറച്ചിരുന്ന് പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ദിവസം മുഴുവൻ അടുക്കളയിൽ തന്നെ ആയിപ്പോവും. അതേസമയം നമ്മൾ രാവിലെ എഴുന്നേറ്റ് 5 to 8 ആ ഒരു സമയം 3 മണിക്കൂർ നമ്മൾ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ കഴിയും. കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം പാത്രങ്ങൾ, അതായത് നമ്മൾ ഇപ്പോൾ കുക്കറിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വേഗം വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ആ കുക്കർ അങ്ങ് കഴുകി വെക്കുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ നല്ലൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ സ്റ്റാൻഡും ഒക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ തന്നെ ഒന്ന് ഒരുക്കായി. പിന്നെ നമുക്ക് വീട് മുഴുവനൊന്ന് അടിച്ചു വാരിയിടാം. കിടക്കൊക്കെ ഒന്ന് വിരിച്ച് അടിച്ചു വാരിയിട്ടാൽ വീടും അങ്ങ് വൃത്തിയായി കിട്ടിയില്ലേ. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം നമ്മുടെ വീടും ഒരുങ്ങി, കിച്ചണും ഒരുങ്ങി, നമ്മുടെ കുക്കിങ്ങും കഴിഞ്ഞു. പിന്നെ അതിനിടയിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ തുണികളും ഇടാം. പിന്നെ ഈ രാവിലത്തെ സമയം എന്ന് പറയുന്നത് നമുക്ക് നല്ല എനർജി ഉണ്ടാവും. അതേസമയം നമ്മൾ ലേറ്റായിട്ട് എണീറ്റിട്ട് ഈ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ വെയിലിൻ്റെ ചൂടും എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് ടയർഡ്നെസ് നല്ലോണം ഫീൽ ചെയ്യും. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഉഷാറുണ്ടാവും. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ എത്ര നേരത്തെ എഴുന്നേക്കോ അത്രയും എനർജി നമുക്ക് ആ ഫുൾ ഡേ ഉണ്ടാവും. പക്ഷേ നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങണം കേട്ടോ. എന്നാലേ നമ്മുടെ ഉറക്കം പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ നമ്മളാകെ ലൈഫ് താളം തെറ്റും. അപ്പോൾ നേരത്തെ 10 മണിക്കെങ്കിലും ഉറങ്ങാൻ നോക്കും. അപ്പോൾ നമ്മുടെ പച്ചരി ദോശയുടെ മാവ് സെറ്റായിട്ടുണ്ട്. ദോശ കല്ലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടക്കിടക്ക് ആ ദോശ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു കാര്യം അങ്ങനെ അങ്ങ് നടക്കും. അതിനിടയിൽ ഇന്നലെ മുറിച്ച് വെച്ചിട്ടുള്ള മീനില്ലേ, അത് കുറച്ച് പൊരിക്കാനുണ്ട്. അതിനായിട്ട് മഞ്ഞൾ, മുളക്, ഉപ്പും ഒക്കെ ഇട്ടിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പോൾ ചെമ്മീനാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ കൊഞ്ചെന്നാണ് പറയുക നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ അത് എൻ്റെ അടുത്ത് തീർന്നു പോയി. ഇനിയിപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, അതിൽ മുട്ടയും പഴവും പുഴുങ്ങിയതും കൂടി ഉൾപ്പെടും കേട്ടോ. പിന്നെ ലഞ്ചിനായിട്ട് ചോറിന് മീൻകറിക്കാണ് പ്രയോറിറ്റി കൂടുതൽ. മീൻകറി ഇല്ലെങ്കിൽ, അത് മീൻ കിട്ടിയില്ലെങ്കിൽ മാത്രമേ പച്ചക്കറീനെ കുറിച്ചിട്ട് ചിന്തിക്കുക പോലുള്ളൂ. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഈ വടകര നാട്ടിൽ മീനില്ലാത്ത ഒരു ദിവസം പോലും ഓരോ വീട്ടിലും ഉണ്ടാവില്ല എന്നാണ് പൊതുവേ പറയാറ്. പിന്നെ ഉപ്പേരി നിർബന്ധമാണ്. ഈ മെഴുക്ക് പുരട്ടി, തോരൻ എന്നൊക്കെ പറയുന്നില്ലേ, അതിന് നമ്മൾ എല്ലാത്തിനും കൂടി ഉപ്പേരി എന്നാണ് പറയാറ്. പിന്നെ വേണ്ടത് മീൻ വരട്ടൽ. നല്ല ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചിട്ട് വെക്കും. നമ്മുടെ മീൻ, ഏത് മീൻ കിട്ടിയാലും അങ്ങനെ വറ്റിച്ചിട്ട് വെക്കും. അത് നല്ല ടേസ്റ്റുമാണ്. പിന്നെ ലാസ്റ്റ് ഒരു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ആ ഒരു വരട്ടിയ മീനും ഉണ്ടാവും, പിന്നെ മീൻ കറിയും ഉണ്ടാവും. പിന്നെ കൂടുതൽ മീൻ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അപ്പം പിന്നെ കുറച്ച് മീൻ ബാക്കിയുണ്ടെങ്കിൽ പൊരിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ പച്ചക്കറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വ്രതമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ കൂടുതൽ പച്ചക്കറി ഐറ്റംസ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഈ പച്ചക്കറിയുടെ ഐറ്റംസിൽ ഏറ്റവും ഇവിടെ സെയിലാവുന്നത് നമ്മുടെ അവിയലാണ്. അവിയൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ ചില സമയം ഈ ഉപ്പേരിക്ക് പകരം അവിയലും ആയിരിക്കും. ഇപ്പോൾ ഏകദേശം സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ മോളുടെ ലഞ്ച് ബോക്സ് അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ലഞ്ച് ബോക്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ചോറ്, ചമ്മന്തി, ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരി, ചെമ്മീൻ പൊരിച്ചത്, പിന്നെ തൈര്. ഇത്രയാണ് മോൾക്ക് കൊടുത്തു വിട്ടത്. ഇനി എനിക്ക് മീൻകറി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ ഈ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അത് നോക്കൂ. അതിൻ്റെ തേങ്ങ ഗ്രൈൻഡർ തന്നെ ഇട്ട് അരക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മീൻകറി നന്നാകത്തുള്ളൂ. ഇനിയിപ്പോൾ മണങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനുണ്ട്, അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. ഇത് മുള്ളുള്ളതുകൊണ്ട് കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് അടിച്ചു വാരലാണ്. ഇതിനിടയിൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് സിങ്കിൽ നമ്മൾ ഈ പണി കഴിയുമ്പോഴത്തേക്ക് പാത്രങ്ങൾ ഉണ്ടാവില്ല. പിന്നെ മോള് പോയി കഴിഞ്ഞാലാണ് ഞാൻ ഈ അടിച്ചു വാരൽ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിടലൊക്കെ ചെയ്യുക. തുടക്കാറൊക്കെ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം. പിന്നെ ഡെയിലി ഞാൻ എന്നും ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് കിച്ചൺ അങ്ങ് തുടച്ചിടും. എന്നും ഈ കുക്കിങ്ങൊക്കെ കഴിയുമല്ലോ, 8-8:30-9 മണിയാകുമ്പോഴത്തേക്ക് സംഭവം കഴിയുമല്ലോ. എന്നിട്ട് പാത്രങ്ങളും കഴുകി സ്റ്റാൻഡും ഒക്കെ തുടച്ചിട്ട് അങ്ങ് തുടച്ചിടും. അടുക്കള ഒന്ന് തുടക്കും. കാരണം എൻ്റെ സിങ്കിൻ്റെ അവിടെ കുറച്ചൊരു നനവുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ കിച്ചൺ തുടച്ചിട്ടിട്ട് മാറ്റൊക്കെ വിരിച്ചിട്ടാണ് ക്ലാസ്സിൽ പോവാറ്. പിന്നെ ക്ലാസ്സിൽ പോയി വന്നതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യും. നേരെ കിച്ചണിലേക്ക് വീണ്ടും പണിയെടുക്കാനൊന്നും പോയില്ല കേട്ടോ.
ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് റിലാക്സേഷനൊക്കെ കിട്ടിയതിന് ശേഷം ഒന്ന് നമ്മൾ വീണ്ടും ഒന്ന് ബൂസ്റ്റ് ചെയ്യണ്ടേ നമ്മളെ തന്നെ. അങ്ങനെയാണ് വീണ്ടും നമ്മൾ രാത്രിയത്തൊക്കെ ഒരുക്കാൻ നിൽക്കുക. നമ്മൾ ഈ ചോറ് തന്നെ രാത്രി കഴിക്കില്ലല്ലോ. അപ്പോൾ ഈ മീൻകറി ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. നമുക്കൊരു ദോശയോ ഗോതമ്പിൻ്റെ ദോശയോ അല്ലെങ്കിൽ റവേൻ്റെ പുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ മീൻകറി സെറ്റാക്കി വെച്ചാലൊരു സമാധാനം രാത്രിയത്തെ കറിയുടെ കാര്യത്തിൽ. പച്ചക്കറി ആണെങ്കിൽ അത് പോവില്ല. അപ്പോൾ വേറെ കറി ഉണ്ടാക്കാൻ നിൽക്കണം. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത എൻ്റെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ക്ലാസ്സിൽ പോകാൻ സമയമായി. അപ്പോൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.